ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 15 ശ്ലോകം 9. 6, 7, 8 ശ്ലോകങ്ങളെ കൊണ്ട് കർമ്മങ്ങളുടെ സ്വഭാവവും ഫലവും ഒക്കെ വിവരിച്ചു. അതായത് പാപകർമ്മങ്ങൾ ചെയ്താൽ നരകം, പുണ്യകർമ്മവും പാപകർമ്മവും രണ്ടും ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേ ശയനം എന്ന ക്രമത്തിൽ അവസാനമില്ലാത്ത സംസാരയാത്ര. ഫലേച്ചോട് കൂടിയിട്ടാണ് പുണ്യകർമ്മങ്ങൾ. അതൊക്കെ അതായത് എന്തെങ്കിലും കർമ്മം ചെയ്യുക, അതിൻ്റെ ഫലം എനിക്ക് അനുഭവിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുക. പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്താൽ സ്വർഗം, നിഷ്കാമമായിട്ട് ഈശ്വരാർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്താൽ മോക്ഷം എന്നാണ് വ്യവസ്ഥ. ഇവയിൽ 4ാമത് പറഞ്ഞ വിധം കർമ്മം ചെയ്യുന്നവരാണ് കർമ്മയോഗികൾ. പക്ഷെ അവർക്കും ഭക്തി വേണം എന്നാണ് കപില മഹർഷി പറഞ്ഞത്. അതിനാൽ ഭക്തിയോഗം തന്നെയാണ് ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും ഒക്കെ ശ്രേഷ്ഠം എന്നും പറഞ്ഞു. ഇനി 9ാമത്തെ ശ്ലോകം കപിലോപദേശം ഉപസംഹരിക്കുകയാണ്. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗ്രഹ്യ ത്വം ഗതോ യോഗി സംഗൈഃ വിമലമതിരദാസോ ഭക്തിയോഗേന മുക്ത ത്വമഭിജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീജ്യാം. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗ്രഹ്യ ത്വം ഗതോ യോഗി സംഘൈഃ വിമലമതിരദാസോ ഭക്തിയോഗേന മുക്ത ത്വമഭിജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീജ്യാം. ഇതി സുവിദിത വേദ്യാം കൃതനുതിം, ഇപ്രകാരം അറിയേണ്ടത് അറിഞ്ഞപ്പോൾ അവിടത്തെ സ്തുതിച്ച ദേവഹൂതിയും, ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട് ഹേ ദേവ ത്വം, അല്ലയോ ഭഗവാനെ നിന്തിരുവടി, യോഗി സംഗേഹി ഗതഃ, യോഗികളോട് കൂടിയിട്ട് യാത്രയായി, വിമലമതിഹി മനഃശുദ്ധി ലഭിച്ച അസോ, ആ ദേവഹൂതി, അത ഭക്തിയോഗേന മുക്ത, അനന്തരം ഭക്തിയോഗം കൊണ്ട് മോക്ഷം പ്രാപിച്ചു. ത്വം അഭി ജനഹിതാർത്ഥം പ്രാഗുദീജ്യാം വർത്തസേ, നിന്തിരുവടിയാകട്ടെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വടക്ക് കിഴക്കേ ദിക്കിൽ ഇപ്പോഴും പാർക്കുന്നു. അതായത് കപിലയോഗീശ്വരൻ ഇപ്പോഴും വടക്ക് കിഴക്കേ ദിക്കിൽ ഭൂമിയുടെ അടിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാണ് വിശ്വസിച്ച് വരുന്നത്. സകരപുത്രന്മാർ അച്ഛൻ്റെ ആകാശത്തെ അന്വേഷിച്ചിട്ട് വടക്ക് കിഴക്ക് ദിക്കിൽ ഭൂമി കുഴിച്ച് ചെന്നപ്പോൾ അവിടെ കപിലവാസുദേവനെ കണ്ടതായിട്ട് വാൽമീകി രാമായണത്തിൽ ഗംഗാവതരണ ഘട്ടത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. തതഃ പ്രാഗുത്തരാം ഗത്വാ സാഗരാ പ്രതിതാം ദിശം രോഷാദഭ്യഹനൻ സർവേ പൃഥ്വിം സകരാത്മജ തേതു സർവേ മഹാത്മാനോ ഭീമവേഗ മഹാബലാഹ ദദൃശു കപിലം തത്ര വാസുദേവം സനാതനം. വാൽമീകി രാമായണം ബാലകാണ്ഡം 40ാമത്തെ സർഗത്തിൽ 25-26 ശ്ലോകം. ഇപ്രകാരം അറിയേണ്ടത് അറിഞ്ഞപ്പോൾ അവിടുത്തെ സ്തുതിച്ച ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട് അല്ലയോ ഭഗവാനെ നിന്തിരുവടി യോഗികളോടുകൂടി യാത്രയായി. മനഃശുദ്ധി ലഭിച്ച ആ ദേവഹൂതി അനന്തരം ഭക്തിയോഗം കൊണ്ട് മോക്ഷം പ്രാപിച്ചു. നിന്തിരുവടിയാകട്ടെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വടക്ക് കിഴക്കേ ദിക്കിൽ ഇപ്പോഴും പാർക്കുന്നു. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗ്രഹ്യ ത്വം ഗതോ യോഗി സംഘൈഃ വിമലമതിരദാസോ ഭക്തിയോഗേന മുക്ത ത്വമഭിജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീജ്യാം. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗ്രഹ്യ ത്വം ഗതോ യോഗി സംഘൈഃ വിമലമതിരദാസോ ഭക്തിയോഗേന മുക്ത ത്വമഭിജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീജ്യാം. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിം അനുഗ്രഹ്യ ത്വം ഗതോ യോഗി സംഗേഃ വിമലമതിഃ അഥാസോ ഭക്തിയോഗേന മുക്ത ത്വം അഭിജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീജ്യാം. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗ്രഹ്യ ത്വം ഗതോ യോഗി സംഘൈഃ വിമലമതിരദാസോ ഭക്തിയോഗേന മുക്ത ത്വമഭിജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീജ്യാം. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗ്രഹ്യ ത്വം ഗതോ യോഗി സംഘൈഃ
വിമലമതിരദാസോ ഭക്തിയോഗേന മുക്ത ത്വമഭിജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീജ്യം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.